നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് അടിയന്തര വെടിനിർത്തലിനുള്ള ശ്രമം ഊർജിതമാക്കി. രണ്ടാം വെടിനിർത്തലിന് സന്നദ്ധമെന്ന് അറിയിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്. ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. ഗാസയിൽ മാനുഷിക സഹായം ഉറപ്പാക്കാൻ ഇരുപക്ഷവും ഏറ്റുമുട്ടൽ മരവിപ്പിക്കണമെന്ന പ്രമേയത്തിൽ UN രക്ഷാസമിതിയിൽ ചർച്ചയും വോട്ടെടുപ്പും സംഘടിപ്പിച്ചിരുന്നു. ഹമാസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അധിനിവേശം അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റ ചർച്ചയില്ല എന്നാണ്. കൂടുതൽ സൈനികരെ വധിച്ചതായി അൽ-ഖസാം ബ്രിഗേഡ് അറിയിച്ചു. യമനെ ആക്രമിച്ചാൽ വിടില്ല എന്നാണ് US നേതൃത്വത്തിലുള്ള സംയുക്ത നാവികസേനയ്ക്ക് ഹൂതികൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ആഭ്യന്തര അന്തർദേശീയ സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലാണ് ബന്ദി കൈമാറ്റത്തിന് പുതിയ വെടിനിർത്തലിന് ഒരുക്കമാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ തലങ്ങളിൽ തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുന്നതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ വില നൽകി ബന്ദികളെ തിരിച്ചെത്തിക്കാൻ രാജ്യം സന്നദ്ധമാകുകയാണ്. ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഫ്രാൻസും UK-യും ജർമ്മനിയും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് രംഗത്തെത്തി. ഇത് ഇസ്രായേലിനെ വലിയ രീതിയിൽ തന്നെയാണ് സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA-യുടെ തലവൻ വില്യം ബേൺസ്, ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദ് തലവൻ, ഖത്തർ പ്രധാനമന്ത്രി എന്നിവരുമായി യൂറോപ്പിൽ ചർച്ച നടത്തിയിരുന്നു. ഇസ്രായേൽ മറ്റൊരു ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഹമാസുമായി ചർച്ച വീണ്ടും തുടങ്ങണമെന്നാണ് ഇസ്രായേലിന്റെ മറ്റൊരു ആവശ്യം. ഗാസയിൽ അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിന് അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന പ്രമേയത്തിന്മേൽ മാരത്തോൺ ചർച്ചയും വോട്ടെടുപ്പും നടന്നിരുന്നു. UAE ആയിരുന്നു കരട് പ്രമേയം കൊണ്ടുവന്നത്. അമേരിക്കയെ അനുനയിക്കുന്നതിന് വെടിനിർത്തൽ എന്ന പദം കരട് പ്രമേയത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഗാസയിൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. 100-ലേറെ പേരാണ് ഇന്നലെയും കൊല്ലപ്പെട്ടത്. ജബാലിയ പൂർണ്ണ നിയന്ത്രണത്തിലായെന്ന് ഇസ്രായേൽ അറിയിച്ചു. എന്നാൽ ഇതെല്ലാം വെറും അവകാശവാദം മാത്രമാണെന്ന് ഹമാസ്. ആക്രമണത്തിന്റെ 74-ാം ദിവസവും ടെൽ അവീവിൽ റോക്കറ്റുകൾ എത്തിക്കാൻ കഴിഞ്ഞത് ചെറുത്തുനിൽപ്പിന്റെ ഉജ്ജ്വല വിജയമെന്ന് ഹമാസ് പറഞ്ഞു. വടക്കൻ ഗാസയിലെ തൽ അൽ സാദറിൽ 8-അംഗ ഇസ്രായേൽ സൈനിക യൂണിറ്റിനെ കൊലപ്പെടുത്തിയതായി അൽ-ഖസാം ബ്രിഗേഡ് അറിയിച്ചു. ഇന്നലെ പകൽ 3 സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകളുടെ സംരക്ഷണത്തിന് പുതിയൊരു സേനയെ രൂപവൽക്കരിച്ചുവെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇതാ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഹൂതികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ഇനിയും തടയുമെന്നും എതിർത്താൽ മാരകമായി തിരിച്ചടിക്കുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ US രൂപവൽക്കരിച്ച സേനയിൽ ബഹ്റിൻ ഉൾപ്പെടെ 10 രാജ്യങ്ങളുണ്ട്. സൗദി, ഈജിപ്ത് ഉൾപ്പെടെ മേഖലയിലെ പ്രധാന രാജ്യങ്ങൾ സേനയിൽ ഭാഗമാകില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.